സിനിമാ കഥ പോലെ അവിശ്വസനീയം. നമ്മൾ സിനിമയിലാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടുള്ളത്. ഒരു കൊലപാതകമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പോലീസുകാരോട് വിവരിക്കുന്ന കഥാപാത്രങ്ങളെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ അഭിനയമായതുകൊണ്ട് തന്നെ ഭാവവ്യത്യാസങ്ങളില്ലാതെ ഒരു കഥാപാത്രത്തിന് അത് വിശദീകരിക്കാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു മനുഷ്യന് അത് സാധിക്കുമോ? പല ചോദ്യങ്ങൾ ഉയരുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ കുറിച്ച്. അഫാൻ എപ്പോഴാണ് മനസ്സിന്റെ സമനില കൈവിട്ടത്? ഒരു പിടിയും കിട്ടുന്നില്ല. വളരെ സാധുപ്രകൃതമുള്ള ഒരു 23-കാരന് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമോ എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നവരും അയൽപ്പക്കക്കാരും അഫാനെ നേരിട്ടറിയുന്നവരും ഒക്കെ ചോദിക്കുന്നത്. തന്നേക്കാൾ 10 വയസ്സിന് എളുപ്പമുള്ള കുഞ്ഞനുജനെ അച്ഛൻ്റെ കരുതലോടെ നോക്കിയ ആളാണ് അഫാൻ. അതുപോലെ തന്നെ ക്യാൻസർ രോഗിയായ അമ്മയെ വളരെ ശ്രദ്ധയോടെ പരിചരിച്ചിരുന്ന അഫാന് എങ്ങനെ ഒരു ദിവസം ഇത്രയധികം ക്രൂരനാകാൻ സാധിച്ചു? എന്നിട്ടും മനസാന്നിധ്യം കൈവിടാതെ സ്റ്റേഷനിലെത്തി എല്ലാം വളരെ ശാന്തതയോടെ ഞാൻ 5 പേരെ തീർത്തു എന്ന് ഇങ്ങനെ വിവരിക്കാൻ സാധിച്ചു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മനുഷ്യ മനസ്സിന്റെ ഉള്ളിലിരിപ്പ്. വെഞ്ഞാറമൂട് പെരുമലയിലെ വീട്ടിൽ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വളരെ വികൃതമായ നിലയിലാണ് 3 പേരെയും കണ്ടെത്തിയത്. ഇതിൽ 9ാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു അത്രേ. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം. അടുത്ത മുറിയിലായിരുന്നു ഷെമി പരിക്കേറ്റ് കിടന്നത്. ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത്. ചോരയിൽ കുളിച്ചാണ് കിടന്നത്. അവർ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റിയാണ് അവർ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത് എന്നാണ് കേൾക്കുന്നത്. മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം. അമ്മാവനെ കൊന്നതും അമ്മാവന്റെ മൃതദേഹവും കണ്ടെത്തിയത് ആ രീതിയിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. കുഞ്ഞനുജൻ അഫ്സാനെ ചേർത്തിരുത്തി അഫാൻ എപ്പോഴും ബൈക്ക് ഓടിച്ചു പോകുന്നത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. പെരുമല ആർച്ച് ജംഗ്ഷനിലെ നിവാസികൾക്ക് പരിചിതമായ ഒരു കാഴ്ചയാണ് അത്. രണ്ടുപേരും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞനുജനെ ഇത്ര സ്നേഹത്തോടെ കൊണ്ടു നടന്ന അഫാൻ എങ്ങനെ ഇത് ചെയ്തു എന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അഫാന്റെ ബൈക്ക് കൊലപാതകം നടത്തിയതും അനുജന് കുഴിമന്തി വാങ്ങിക്കാൻ കൊണ്ടുപോയതുമൊക്കെ ആ ബൈക്കിലാണ്. അച്ഛൻ വിദേശത്തായതിനാൽ ഒരു അച്ഛന്റെ കരുതലോടെയാണ് കുഞ്ഞനുജനെ സ്നേഹിച്ചിരുന്നത്. പഠന കാര്യത്തിൽ ഉൾപ്പെടെ അഫാൻ ശ്രദ്ധിച്ചിരുന്നു. അമ്മയുടെ അസുഖം, കുടുംബത്തിന്റെ കടബാധ്യത, ഇതൊക്കെ തന്റെ അനുജനെ അറിയിക്കാതിരിക്കാൻ അഫാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഇത്രയും സ്നേഹിച്ച കുഞ്ഞനുജനെ ഉൾപ്പെടെ വധിക്കാൻ എന്താണ് അഫാനെ പ്രേരിപ്പിച്ചത് എന്ന് നാട്ടുകാർക്കും അറിയില്ല. കൊലപാതകത്തിന് മുൻപ് വെഞ്ഞാറമൂടുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അഫാന്റെ അനുജന് ഏറ്റവും ഇഷ്ടമുള്ള അഫ്സാൻ ഇഷ്ടമുള്ള കുഴിമന്തി വാങ്ങി നൽകി. വീട്ടിൽ ചെല്ലുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും ശീതളപാനിയും ഒക്കെ വീടിന്റെ വരാന്തയിലെ കസേരയിൽ ഉണ്ട്. അഫ്സാൻ മുഴുവൻ കഴിക്കാത്തത് കൊണ്ട് ഹോട്ടലിൽ നിന്ന് അത് പാർസലാക്കി കൊണ്ടുവന്നതാണോ അതോ അമ്മയ്ക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണ്, ഇതൊന്നും അറിയില്ല. അഫാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ. പ്രതി അഫാന്റെ വീട്ടിൽ തിരുവനന്തപുരം റൂറൽ SP കെ സുദർശന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി വരികയാണ്. അഫാന്റെ വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഷമി. വസ്ത്രം മാറ്റി ഉടുപ്പിച്ചാണ് ഷമി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ലത്തീഫിന്റെ വീട് വിജനമായ സ്ഥലത്താണ്. അടുത്തടുത്ത് വീടുകൾ ഉള്ളിടത്താണ് അഫാൻ താമസിക്കുന്നത്. എന്നിട്ടും ഇത്രയും വലിയൊരു കൊലപാതകം അവിടെ നടന്നിട്ട് 3 പേരെ, അതായത് അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തി. അമ്മ ഷമിയെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടും തൊട്ടടുത്തുള്ള ആരും അറിയാത്തത് എന്തുകൊണ്ടാണ് എന്നത് അയൽവാസികളെയും ഒപ്പം പോലീസിനെയും അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം വേദനയോടെ ഈ മനുഷ്യരൊന്ന് നിലവിളിക്കുകയെങ്കിലും ചെയ്തില്ലേ? അതാണിപ്പോ ആരും കേൾക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം. അമ്മയെ ആശുപത്രി കൊണ്ടുപോരുന്നത്, മരുന്നെടുത്ത് കൊടുത്തത്, ഇതൊക്കെ അഫാനാണ്. സാമ്പത്തിക ബാധ്യതകൾക്കിടയിൽ ക്യാൻസർ രോഗി കൂടിയായ അമ്മ കൂടുതൽ പ്രയാസപ്പെടുന്നത്, വേദനിക്കുന്നത് കാണാനുള്ള കരുത്തില്ലാത്തതാണ് ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചത് എന്നതിലാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ ചെറുപ്പക്കാരുടെ, നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ മനുഷ്യരുടെ മനസ്സിനകത്ത് എന്താണ്, അവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇത്തരം കടുംകൈകൾ കൂടെയുള്ളവരെ, കൂടെ ജീവിക്കുന്നവരെ, കഴിഞ്ഞ ദിവസം വരെ ഒപ്പം വരുന്ന ആഹാരം കഴിച്ചവരെ, സ്നേഹിച്ചവരെ ഒക്കെ ഇല്ലാതാക്കാനുള്ള എന്ത് ചേതോ വികാരമാണ് മനുഷ്യന്മാരെ ഈ നിലയിൽ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ആശങ്കയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.